യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഒക്കെ തന്നാൽ വീണ്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തരുമേ, ഹോം പേജിൽ തരും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ, നമുക്ക് എല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ദുശീലമായി തോന്നിയേക്കാം. എനിക്ക് ദുശീലമായിട്ട് തോന്നുന്നത് മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ള കുറേ ശീലങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ശീലങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കാം, ചിലപ്പോൾ പ്രതീക്ഷിച്ചതായിരിക്കാം. എന്തായാലും നിങ്ങൾ തന്നെ പറയൂ, ഇത് നല്ല ശീലമാണോ മോശം ശീലമാണോ എന്ന് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുതെന്നുള്ളതാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കണം. അതായത് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊക്കെ വയ്യെങ്കിലേ, ചിലരൊക്കെ ആണെങ്കിൽ വയ്യെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെ മൊത്തം അറിയിച്ച് ബഹളം വെച്ച്, അയ്യോ പൊത്തോ എനിക്ക് വയ്യേ, ഭയങ്കരമാണ്. പക്ഷേ ഞാൻ അങ്ങനല്ല. എനിക്ക് വയ്യെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ളവരടുത്ത് പോലും പറയില്ല. എത്രയും കൊണ്ട് നടക്കാമോ അത്രയും കൊണ്ട് നടക്കും. ഇപ്പം വേദനയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ വേദന സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം. അത്രയ്ക്ക് വേദന സഹിക്കും. സ്വയമായിട്ട് ശരിക്കും കൺട്രോൾ ചെയ്യും, ശരിക്കും സഹിച്ച് നിൽക്കും. ഇപ്പം നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ആരുടെയും പറഞ്ഞ് എനിക്ക് ഇച്ചിരി കാപ്പി ഇട്ടതാ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തതാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെടുത്ത് തരും. പക്ഷേ എൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ ഞാനത് പറയില്ല. എത്രയും പറ്റുമോ, കിച്ചൺ വരെ പോകാൻ പറ്റുമോ, ഞാൻ തന്നെ ഇച്ചിരി കാപ്പി ഇട്ട് കുടിക്കും, എടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം നാട്ടിൽ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇതുപോലൊക്കെ കാണിക്കുവാണെങ്കിൽ അമ്മ വഴക്ക് പറയാം, നീ തന്നുള്ളപ്പം നീ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോ, എൻ്റെ കൺമുമ്പിൽ വെച്ച് നീ ഇങ്ങനെ ചെയ്യണ്ട, എനിക്കിപ്പം ഞാനുണ്ട് എല്ലാം ചെയ്തു തരാൻ എടുത്തു തരാൻ എന്ന് പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറയും. അങ്ങനെ ഒരു ശീലമായി. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ആരെയും നമ്മളായിട്ട് വിഷമിപ്പിക്കണ്ട. ഞാൻ ഇനി ആ പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് എനിക്ക്. അതായത് എത്രത്തോളം ദൈവം എണീറ്റ് നടക്കാനുള്ള ഒരു ആരോഗ്യം തരുന്നോ അതുവരെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെയൊരു ചിന്തയാണ്. അത് തെറ്റോ ശരിയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര മടിച്ചിയാണ് ഒരു കാര്യം ചെയ്യാൻ, ഭയങ്കര മടിയാണ്. പക്ഷേ ഒന്ന് ചെയ്ത് കിട്ടിയാൽ നോൺ സ്റ്റോപ്പിടില്ല, റോബോട്ടിൻ്റെ കൂട്ടങ്ങ് പൊക്കോളൂ. ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ക്ലീനിങ് ചെയ്യാനാണെങ്കിലും സ്റ്റാർട്ടിങ് ഒന്ന് കിട്ടിയാൽ മതി. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കീ കിട്ടിയ കണക്ക് ഓടി നടന്ന് ചെയ്തോളും. പക്ഷെ അത് തുടങ്ങി കിട്ടാനാണ് പാട്. ഫ്രീ ടൈം ഞാൻ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് സോങ്സ് പഠിക്കാനാണ്, ഡിവോഷണൽ സോങ്സ്. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും എൻ്റെ സ്വഭാവം ഇതായിരുന്നു. ഇച്ചിരെങ്കിലും സമയം കിട്ടിയാൽ പുതിയ പാട്ടുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു സോങ് ഒക്കെ ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ എനിക്ക് അതിൻ്റെ ട്യൂണ് പിടികിട്ടും. എത്ര ഹാർഡായിട്ടുള്ള സോങ് ആണെങ്കിലും കൂടിപ്പോയി 2 പ്രാവശ്യം, അപ്പോഴേ ഞാൻ ആ പാട്ടിൻ്റെ ട്യൂൺ നന്നായിട്ട് പഠിച്ചിരിക്കും. പിന്നെ ലിറിക്സ് എഴുതിയെടുത്ത് 3ാമതൊന്ന് കൂടെ പാടിയാൽ മതി, ഞാൻ പഠിച്ചിരിക്കും. പക്ഷേ യൂട്യൂബ് തുടങ്ങിയ പിന്നെ എനിക്ക് അത്ര സമയം കിട്ടാറില്ല. വല്ലപ്പോഴൊക്കെ സമയം കിട്ടാറുള്ളൂ. പക്ഷെ കിട്ടുന്ന സമയം ഏറ്റവും കൂടുതൽ ഞാൻ ചിലവാക്കിക്കൊണ്ടിരുന്നത് പാട്ടുകൾ പഠിക്കാനാണ്, ഡിവോഷണൽ സോങ്സ്. ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാൻ. നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും അത് കണ്ടാലും അറിയാമെന്ന്. പക്ഷേ ഇപ്പോഴല്ല കേട്ടോ. യൂട്യൂബ് തുടങ്ങിയ പിന്നെ എനിക്ക് ഉറക്കം ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉറക്കമുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരിച്ചിരി സമയം കിട്ടിയാൽ ഉറങ്ങും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 3-4 ദിവസം വരെ അടുപ്പിച്ച് വേണേലും ഉറങ്ങും. ഒന്നും കഴിക്കാനും വേണ്ട, എന്നെ ഒന്നും കഴിക്കാൻ ആരും വിളിക്കുകയും വേണ്ട, എനിക്ക് വിശപ്പുമില്ല, ഞാൻ തകർത്ത് വെച്ച് ഉറങ്ങിക്കോളും. അങ്ങനെ ഒരു സ്വഭാവം. അടുക്കും ചിട്ടയും ഭയങ്കര നിർബന്ധമാണ്. അതായത് ഒരു സാധനം, ഈ വീട്ടിൽ ഏത് സാധനം എവിടെ ഇരിക്കുന്നെന്ന് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും എനിക്കറിയാം. ഞാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എനിക്കറിയാം. ഇപ്പോൾ ഓരോന്നും വെക്കുന്നതിന് എനിക്കൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അടുക്കളയിലെ കാര്യം പറയുകയാണെങ്കിൽ ചിരവ വെക്കുന്നതിന് ഒരു സ്ഥലമുണ്ട്. പക്ഷേ ജോസാൻ അടുക്കളയിൽ കയറിയാൽ ഞാൻ ഏതൊക്കെ സാധനം എവിടെ വെച്ചോ അതിൻ്റെ ഫുൾ ഓപ്പോസിറ്റ് ആയിരിക്കും ഓരോന്നും ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. ഉപ്പ് വെക്കുന്നതിനൊരു സ്ഥലം, പഞ്ചസാര വെക്കുന്നതിനൊരു സ്ഥലം, പാത്രങ്ങൾ വെക്കുന്നതിനൊരു സ്ഥലം, ഓരോന്നിനും സെപ്പറേറ്റ് സ്ഥലം. അതിൻ്റെ ആപ്റ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കും ഞാൻ വെക്കുന്നത്. കഴിവതും
അടുക്കും ചിട്ടയും എടുക്കുന്ന സാധനങ്ങൾ അത് അവിടെ തന്നെ വെക്കണം. ഓരോ സാധനവും എവിടെ ഇരിക്കുന്നത് എവിടെന്നേലും മാറിയാൽ എനിക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ട് സീക്രട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ കൂട്ടുകാരൊക്കെ അവരുടെ സീക്രട്സ് കുറെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്ക് വിശ്വാസം വന്നിട്ടായിരിക്കാം, ഇത് പുറത്ത് പോകില്ല എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കുറേ സീക്രട്സ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എപ്പോഴാണ് ഇതൊക്കെ പൊട്ടുന്നതെന്ന് അറിയത്തില്ല. എന്നെ വിശ്വസിച്ച ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ എത്ര സംഭവം വന്നാലും എന്ത് വന്നാലും, ഒരുപക്ഷെ എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാലും ഞാൻ ആ കാര്യം തുറന്നു പറയത്തില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഒരുപക്ഷെ അത് മറ്റുള്ളവർ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് അതിൽ ഞാൻ കുറ്റക്കാരിയാകേണ്ട രീതിയിൽ സംഭാഷണം വന്നാൽ പോലും, സംസാരം വന്നാൽ പോലും ഞാനത് മറ്റുള്ളവർ പറഞ്ഞ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞ് അത് തെളിയിക്കാൻ പോകത്തില്ല. കാരണം എന്നെ വിശ്വസിച്ച ഒരാൾ പറഞ്ഞതല്ലേ, അപ്പോൾ അത് മറ്റുള്ളവരടുത്ത് പറയുന്നത് ശരിയല്ല. അന്നും അങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെ. സീക്രട്സ് ഒരിക്കലും ഞാൻ പുറത്തു പറയത്തില്ല. ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റാണ് എൻ്റെത്. എനിക്ക് ഇപ്പം ഒരു ഹെയർ സ്റ്റൈല് കിട്ടിയാൽ കുറേ മാസങ്ങൾ ആ ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ 4-5 ഡ്രസ്സ് അടുപ്പിച്ച് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാനൊരു 4-5 ഡ്രസ്സ് നമ്മൾ പുറത്തെടുത്ത് വെച്ചെന്ന് വെച്ചോളൂ, അത് തന്നെ ആയിരിക്കും കുറേ മാസങ്ങൾ. ബാക്കിയുള്ള ഡ്രസ്സ് മൊത്തം അലമാരിയിലിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ്. ഓരോ വീഡിയോയിലും വരുമ്പം എന്നെ സ്നേഹിക്കുന്ന കുറേ കൊച്ചു പിള്ളേരുണ്ട്. അവർ പറയും, ചേച്ചി എന്തിനാ ചേച്ചി ആ ഹെയർ സ്റ്റൈൽ കൊള്ളത്തില്ല, മറ്റേ ഹെയർ സ്റ്റൈൽ നല്ലതായിരുന്നു, അങ്ങനെ ഇട്ടാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോന്നിലും ഓരോ ഹെയർ സ്റ്റൈലിൽ വരുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീകളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർ ആ കട മൊത്തം ഇളക്കിയിടും. തമാശയായിട്ടാണെങ്കിലും പറയുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കടയിൽ തുണിയാകട്ടെ ചെരുപ്പാകട്ടെ എന്തോ ആകട്ടെ മേടിക്കാൻ പോയാൽ ഒറ്റ കടയിലെ കഴിവതും പോകത്തുള്ളൂ. അതുപോലെ എല്ലാം എടുത്തിടിപ്പിക്കത്തുമില്ല. ഒരു 5-6 നോക്കി എടുത്തിട്ടിട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതിനെ എടുത്തുകൊണ്ട് വരും. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ഉള്ളതിൽ നല്ലത് ഏതാണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരും. അതിൻ്റെ റീസൺ ഞാൻ പറയാം. എൻ്റെ മനസ്സിലെ ചിന്തയെന്ന് പറയുന്നത്, അവർ ഇത്രയും തുണികൾ എടുത്തിട്ടിട്ട് നമ്മൾ എടുക്കാതെ വന്നാൽ മോശമല്ലേ, അതെന്തിനാ അവർ ഇത്രയും ബുദ്ധിമുട്ടിച്ച് എന്തിനാ പിന്നെ. അപ്പം ജോസഫ് പറയും, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതവരുടെ ഡ്യൂട്ടിയാണ്. നമ്മളെ സാധനങ്ങൾ എടുത്ത് കാണിക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക. അല്ലാതെ നീ അവർക്ക് അങ്ങനെ തോന്നുമല്ലോ, ഇവർക്കിങ്ങനെ തോന്നുമല്ലോ എന്ന് ചിന്തിച്ച് നിനക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്തിനാ എടുത്തുകൊണ്ട് വരുന്നേ? ശരിയാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കൂടിപ്പോയാൽ ഒരു കടയിലൂടെ കയറും. അത് വളരെ കുറച്ചേ ഉള്ളൂ. കഴിവതും 80% ആദ്യം കയറി കടയിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ചെരുപ്പായാൽ പോലും ആദ്യം ഒരു കടയിൽ കയറി എനിക്ക് പറ്റുമെന്ന് ഉള്ളതിൽ നല്ലതെന്ന് തോന്നുന്നത് എടുത്തോണ്ടിറങ്ങും. എൻ്റെ മനസ്സിൽ ഈ ചിന്തയേ ഉള്ളൂ. ഇത്രയൊക്കെ എടുത്ത് കാണിച്ചിട്ട് എടുക്കാതെ വന്നാൽ അവർ പ്രാവത്തില്ലേ. ഞാൻ ജോസാൻ എടുത്തു, ജോസ് അവർ പ്രാവും. ജോസ് ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ വീണ്ടും അതെല്ലാം മടക്കി വെക്കണ്ടേന്ന്. അപ്പോൾ ജോസ് ബ്രദർ അവരുടെ ജോലിയാണ്, അത് നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ശീലം മാറ്റാൻ പറ്റിയിട്ടില്ല. അതിന് ഉള്ളത് കൊണ്ട് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി ഉള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. മൊത്തം വലിച്ചു വരി ഇടിപ്പിക്കത്തുമില്ല. കുറച്ചൊക്കെ നോക്കും, അത് കഴിഞ്ഞിട്ട് അവരെടുത്തിടുമ്പോൾ ഞാൻ പറയും മതി ഇനി എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ അത് തെറ്റായി, അത് നല്ല ശീലമാണോ മോശം ശീലമാണോ എനിക്കറിയില്ല. രാത്രി എത്ര മണി വരെ വേണേലും ഉറക്കമുളച്ചിരിക്കും, ഒരു മടിയില്ല. അല്ലെങ്കിലും ഇവിടെ ഉറങ്ങുന്നത് ഇപ്പം 1 മണി 2 മണി, ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അത് ശീലമായി പോയി. പക്ഷെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അയ്യോ പത്തോന്നും പറഞ്ഞാൽ എണീക്കുന്നത്. പക്ഷെ എണീക്കാതിരിക്കാനും പറ്റില്ല. രാവിലെ ജോലിക്ക് പോകണമെന്നുണ്ട് എണീറ്റേ പറ്റത്തുള്ളൂ, വീട്ടിലെ ജോലികൾ തീർത്തേ പറ്റത്തുള്ളൂ, എണീറ്റേ പറ്റത്തുള്ളൂ. ചില ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് 3-4 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടാറുള്ളൂ. അത് തെറ്റാണ്, എനിക്കറിയാം. അപ്പം നേരത്തെ തൊട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. രാത്രി എത്ര മണി വരെ വേണേലും ഇരിക്കും, രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ദിവസം ഈ രാവിലെ എണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. ഇപ്പം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നുണ്ടല്ലോ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. എങ്കിലും വെളുപ്പിന് ഒരു 5:30-6 മണിയാകുമ്പോഴേ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നിരിക്കും. അതേസമയം ജോലിക്ക് പോവുകയാണെങ്കിൽ ദൈവമേ 7 മണി 8 മണിക്കൊക്കെ എണീക്കുന്ന പാട് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ സ്കൂളില്ലാത്ത ദിവസം രാവിലെ പെട്ടെന്ന് ഉണരും. അതേസമയം സ്കൂളിൽ പോകേണ്ട ദിവസം താമസിച്ച് എണീക്കാനേ തോന്നത്തില്ല. അത് എന്തോ ഒരു നമ്മുടെ മനസ്സിൻ്റെ ആയിരിക്കാം. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ രഹസ്യങ്ങൾ
ആരോടും ഞാൻ പറയാറില്ല. അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആരോടും പറയാറില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും, ചേച്ചിമാര്, ബ്രദർ, അങ്ങനെ ഷെയർ ചെയ്യും. പക്ഷെ അല്ലാതെ ഔട്ട്സൈഡിൽ നിന്ന് ആരുമായിട്ടും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഷെയർ ചെയ്തിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഷെയർ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് തന്നെ പിന്നെ അതിൻ്റെ പണി കിട്ടി. പിന്നെ ഞാൻ ആ സ്വഭാവം ഉപേക്ഷിച്ചു. കാരണം നമ്മൾ വിശ്വസിച്ച് ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ സീക്രട്സ് ശരിക്കും സൂക്ഷിക്കും, ആരുടെ പറയാറില്ല എന്ന്. എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നില്ല. ഒരു അവസ്ഥ വന്നേക്കാം, അവർക്ക് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയേണ്ട ഒരു അവസരം വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവരത് പറയും. നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ, നമ്മുടെ വ്യക്തിപരമായിട്ട് എന്തുമായിക്കോട്ടെ, കഴിവതും പുറത്തുള്ള ആരുമായിട്ടും ഡീപ്പായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, അതിൽ പ്രോബ്ലം ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇനി അവരൊരു പക്ഷെ ആരുമായിട്ടും ഷെയർ ചെയ്തില്ല എങ്കിലും ഒരു അവസരം വരുമ്പോൾ നമ്മളെ അത് പറഞ്ഞ് കളിയാക്കിയേക്കാം, അല്ലെങ്കിൽ നമ്മളെ അത് പറഞ്ഞ് കുത്തി പറഞ്ഞേക്കാം. നീ അങ്ങനെ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇന്നിങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അങ്ങ് ഷെയർ ചെയ്യും, എല്ലാം പറയും. നമ്മുടെ ക്ലോസ് ആണ്, നമുക്കെല്ലാം പറയാൻ ഒരാളുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും. പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി കിട്ടുന്ന ദിവസം ഉണ്ടായിരിക്കും. ഇപ്പൊ എന്തുണ്ടെങ്കിലും ഞാൻ ദൈവത്തോടാണ് പറയുന്നത്. നിങ്ങളൊരു പക്ഷെ കേൾക്കുമ്പോൾ ചിരിച്ചേക്കാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ കാര്യങ്ങൾ പക്വതയോടെ പെരുമാറാറുണ്ട്, ബോൾഡാണ്, പെട്ടെന്ന് കരയത്തില്ല എന്നൊക്കെ. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്ത് വന്നാലും ഞാൻ പെട്ടെന്ന് കരയത്തില്ല, മാക്സിമം പിടിച്ചു നിൽക്കും, എത്ര വേണേലും പിടിച്ചു നിൽക്കും. പക്ഷെ ഞാൻ കരയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ ഈ ലോകക്കാരുടെ മുമ്പിൽ കരഞ്ഞിട്ടൊന്നും ഒന്നും കിട്ടത്തില്ല. അത് എൻ്റെ ഒരു ചിന്തയാണ്. നമ്മൾ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞിട്ടൊന്നും നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ആ കരച്ചിൽ ദൈവത്തോട് കരയുമ്പോൾ ദൈവം കേൾക്കുന്നു, നമുക്കതിന് നല്ല ഒരു മറുപടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസം, അത് മാത്രം മതി. അതുപോലെ തന്നെയാണ് ഈ കാര്യവും. ജീവിതത്തിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും ഞാൻ മറ്റുള്ളവരുമായിട്ട് അധികം ഷെയർ ചെയ്യത്തില്ല, അതും ദൈവത്തോട് പറയും. അപ്പോൾ ഈ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, ആരൊക്കെ ഇത് കേട്ടു എന്നും എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഈ ശീലങ്ങളൊക്കെ നല്ലതാണോ അതോ മോശമാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഉണ്ട്. സോ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.